നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. യൂട്യൂബ് വഴിയുള്ള മോട്ടോർ വാഹന നിയമലംഘനങ്ങളിലാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയിരിക്കുന്നത്. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചതോടെയാണ് സഞ്ജുവിനെ MVD കുടുക്കിയത്. വിഷയത്തിൽ ഹൈക്കോടതി നേരത്തെ ഇടപെട്ടിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയാണ് ഈ വിഷയത്തിൽ ഈ വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുക, അതോടൊപ്പം നിയമലംഘനങ്ങൾ, ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദ്യം ഉന്നയിച്ചു. മാത്രമല്ല, ഈ വിഷയത്തിൽ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണോ ഇത്തരമൊരു ആജീവനാന്തം ഈ ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കത്തിലേക്ക് MVD കടന്നത്? ശരണ്യ. ടോം, ഇത് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു. അതായത് യൂട്യൂബറായ സഞ്ജു ടെക്കി തന്റെ കാറിൽ ഒരു ടർപോളിൻ ഷീറ്റ് വെച്ച് അകത്ത് ഒരു ഭാഗം വലിച്ചു കെട്ടിയിട്ട് അതിനുള്ളിൽ വെള്ളം നിറച്ച് സഞ്ജുവിന്റെ 2 സുഹൃത്തുക്കളും ചേർന്ന് ഈ വാഹനം നിരത്തിലൂടെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു ഘട്ടത്തിൽ ഈ വാഹനം ഒരു സ്കൂളുള്ള ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്നു. ആ ജംഗ്ഷനിൽ നിരവധി കുട്ടികളും രക്ഷകർത്താക്കളും അടക്കമുള്ള ആളുകളുണ്ട്. ഇതിനിടയിൽ ആ ദൃശ്യത്തിൽ ഒരു പോലീസുകാരൻ വന്ന് ഈ വാഹനത്തിനകത്തേക്ക് നോക്കുകയും പിന്നീട് അദ്ദേഹം ആ സ്കൂൾ ജംഗ്ഷനിൽ നിൽക്കുന്ന അദ്ദേഹം പിന്നീട് മടങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ സഞ്ജു പറയുന്നുണ്ട്, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, അവർ വന്ന് നോക്കിയിട്ട് പോയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ സംഭവം പിന്നീട് സഞ്ജു അത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇത് വലിയ ആഘോഷത്തോടുകൂടി ഈ സംഭവം, ഈ വീഡിയോ, അതായത് ആവേശ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി എന്നുള്ള രീതിയിൽ ഈ വീഡിയോ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അപ്പോഴാണ് ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഈ കാറിനകത്ത് വെള്ളവും നിറച്ച് നീങ്ങുന്നതിനിടയിൽ ഈ സ്കൂളുള്ള ജംഗ്ഷൻ കടന്നു പോകുമ്പോൾ ഈ വാഹനത്തിനകത്ത് നിന്നും ഈ ടർപോളിൻ ഷീറ്റ് പൊട്ടി വെള്ളം പുറത്തേക്ക് വരികയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാറിന്റെ എയർ ബാഗ് പൊട്ടി വാഹനം അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ വാഹനത്തിന്റെ നിയന്ത്രണം വരെ നഷ്ടപ്പെട്ടു പോകാമെന്നൊരു സാഹചര്യത്തിൽ, അപകടകരമായ ഒരു സാഹചര്യത്തിൽ ആളുകൾ അത്രയും തിങ്ങി പോകുന്ന ഒരു റോഡിലൂടെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. തുടർന്ന് ഇതിനകത്ത് എൻഫോഴ്സ്മെന്റ് ഓഫീസറായ ഇവിടുത്തെ ആലപ്പുഴയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ RTO അദ്ദേഹം ഇതിനെതിരെ നടപടിയെടുക്കുന്നു. അതായത് ഈ സഞ്ജുവിന്റെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആദ്യം നടപടിയെടുക്കുന്നത്. പിന്നീട് സഞ്ജു അടക്കമുള്ള ആ കാറിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾക്ക്, കാരണം വാഹനം ഓടിച്ചിരുന്നത് സഞ്ജു അല്ലായിരുന്നു, സഞ്ജു അടക്കമുള്ള ആളുകൾക്ക് നിർബന്ധിതമായ മെഡിക്കൽ കോളേജിൽ സൗജന്യ സേവനം നൽകണം. 10 ദിവസം അവർ മെഡിക്കൽ കോളേജിൽ സൗജന്യ സേവനം നൽകണം എന്നും പിന്നീട് ഇവർക്ക് ഡ്രൈവിംഗ് നിയമങ്ങൾ സംബന്ധിച്ചുള്ള ക്ലാസും ഇവർ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് വന്നത്. ഒപ്പം തന്നെ വണ്ടി ഓടിച്ചിരുന്ന ആളുടെ സഞ്ജുവിന്റെ സുഹൃത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഈ വിഷയത്തിൽ ഹൈക്കോടതി കുറച്ചുകൂടി കടന്ന ഒരു തീരുമാനത്തിലേക്ക് പോയി, കുറച്ചുകൂടി കടുപ്പിച്ചു. അതായത് ഈ സഞ്ജുവിന്റെ വീഡിയോ അത് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ബ്ലോഗർമാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ യൂട്യൂബിലൂടെ ഉള്ള ദൃശ്യങ്ങളും പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കൂടുതൽ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളുടെ യുവാക്കളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ യൂട്യൂബർമാർ നടത്തുമ്പോൾ അത് ചെറുപ്പക്കാർ അനുകരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയത്, താക്കീത് നൽകിയത്. പക്ഷേ ഈ ആജീവനാന്തം ലൈസൻസ് റദ്ദാക്കിയ നടപടി അത് നിലനിൽക്കുമോ? പ്രത്യേകിച്ചും വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ യുവാക്കളെ സംബന്ധിച്ചത് ഒരു മോശമായ തെറ്റായ സന്ദേശമാണ്. അങ്ങനെയെങ്കിലും ഇത് ഒരു നിയമ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു കോടതിയിലേക്ക് ഇതിനെതിരെ, ഈ നടപടിക്കെതിരെ, MVDയുടെ നടപടിക്കെതിരെ ഒരു നിയമ നടപടിയുമായി ഈ സഞ്ജു ടെക്കി മുന്നോട്ട് പോയാൽ ഈ ആജീവനാന്തം വിലക്കേർപ്പെടുത്തിയ നടപടി നിലനിൽക്കുമോ? ടോം, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് RTOയോട് റിപ്പോർട്ട് സമർപ്പിക്കാനായി പറഞ്ഞിരുന്നു. അതായത് സഞ്ജുവുമായി ബന്ധപ്പെട്ട മറ്റ് വ്ലോഗർമാരുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിക്കുക, നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം നിയമലംഘനങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ട് നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന നടത്തി. ഈ പരിശോധനകളിൽ ഇവർ കൂടുതൽ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാവുകയും ആ റിപ്പോർട്ട്
അവർ തയ്യാറാക്കി അത് കൈമാറുകയും ചെയ്തു. ഒരു പടി കൂടി കടന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം തന്നെ ഇത് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാനായി തീരുമാനിച്ചു. അത് സംബന്ധിച്ച് ഈ സംഭവങ്ങളെ സംബന്ധിച്ച് സഞ്ജുവിനെതിരെ പോലീസിന്റെ ക്രിമിനൽ കേസും കോടതിയിൽ ഇപ്പോൾ FIR ഇട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഈ ക്രിമിനൽ കേസ് എടുക്കാനുള്ള സാഹചര്യം തന്നെ അത് കോടതിയുടെ നിർദ്ദേശം വന്നു. പിന്നീട് കൂടുതൽ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ക്രിമിനൽ കേസ് കൂടി ഫയൽ ചെയ്യണമെന്ന് നിർദ്ദേശം വരികയും RTO അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേസടക്കം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അന്തിമ റിപ്പോർട്ടിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് RTO ഇപ്പോൾ സഞ്ജുവിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കാനുള്ള തീരുമാനമായത്. സഞ്ജുവിന് വേണമെങ്കിൽ അപ്പീലിന് പോകാം, പക്ഷേ അങ്ങനെ അപ്പീലിന് പോകുന്ന ഘട്ടത്തിൽ പോലും കോടതിയുടെ മുമ്പിൽ ഈ ഒരു റിപ്പോർട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് RTO മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ഇവരുടെ നിയമലംഘനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ സൂചിപ്പിച്ച് തെളിവ് സഹിതം സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് പോകുമ്പോൾ ഇത് തിരിച്ചടി ഉണ്ടാവാനാണ് സാധ്യത. ടോം, അങ്ങനെ ഒരു ഈ സഞ്ജു ടെക്കിയുടെ ഈ ഒരു നടപടിക്ക് ശേഷമുള്ള പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ശരണി? അങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടി സ്വാഭാവികമായും ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO പരിശോധിച്ചിരിക്കുമല്ലോ. കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന പക്ഷം ഇതിന്റെ ഒരു പഴുതടച്ചുള്ള ഒരു നടപടി തന്നെ ആയിരിക്കും. അതെല്ലാം കൃത്യമായ നിയമവശങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടായിരിക്കുമല്ലോ എൻഫോഴ്സ്മെന്റ് RTO അത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. പക്ഷേ ഈ സഞ്ജു ടെക്കിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമായിട്ടുണ്ടോ ഈ നടപടിക്ക് ശേഷം? ആദ്യഘട്ടങ്ങളിൽ ഈ എൻഫോഴ്സ്മെന്റ് മറ്റ് പോലീസ് നടപടികളും കാര്യങ്ങളും ഒക്കെ സൂചിപ്പിച്ച് സഞ്ജുവിന്റെ ഒരു വ്ലോഗ് വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് പിന്നീട് ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട സഞ്ജുവിന് പലതവണ അമ്പലപ്പുഴയിലെ എൻഫോഴ്സ്മെന്റ് RTOയുടെ ഓഫീസിൽ വരേണ്ടി വന്നിരുന്നു. ആ ഘട്ടത്തിലൊന്നും പ്രതികരണങ്ങൾക്ക് തയ്യാറായിരുന്നില്ല. മാത്രമല്ല ആദ്യഘട്ടത്തിൽ പോലീസ് വിളിപ്പിച്ചപ്പോൾ പോലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചപ്പോൾ പോലും കൃത്യമായ ഒരു പ്രതികരണത്തിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെയല്ല 2 ദിവസം മുമ്പ് സഞ്ജുവിനെ വീണ്ടും ഈ റിപ്പോർട്ട് സംബന്ധിച്ചും മറ്റു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലും മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും അയാൾ തയ്യാറായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടോം, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇവർക്ക് മാത്രമല്ല പ്രശ്നമുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട കൗമാരക്കാരായ ആളുകളെയൊക്കെ വലിയ രീതിയിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് അവരെ ആകർഷിക്കുകയും ഇത്തരത്തിൽ വാഹനത്തിന്റെ എയർ ബാഗ് പൊട്ടി പുറത്തേക്ക് വരണമെങ്കിൽ ആ വാഹനത്തിൽ എത്രമാത്രം ഫോഴ്സ് ആ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ആ ദൃശ്യങ്ങൾ സഞ്ജു ടെലികാസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ തന്നെ അത് കൃത്യമായി കാണിക്കുന്നുണ്ട്. ആ വാഹനത്തിന്റെ ഫോഴ്സ്, ആ പവർ, വെള്ളത്തിന്റെ പവർ മൂലം ആ വാഹനത്തിന്റെ എയർ ബാഗ് പൊട്ടി ആണ് പുറത്തേക്ക് വരുന്നത്. പിന്നീട് ഡോറ് തുറന്ന് ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയാതെ ഇവർക്ക് നിവർത്തിയില്ലായിരുന്നു. ഇവരൊരു പ്രധാന റോഡിലാണ് ഈ വെള്ളം ഒഴുക്കി കളയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. അതും കടന്നു പോകുന്ന ജംഗ്ഷനുകളെല്ലാം ആ ദൃശ്യങ്ങൾ വളരെ തിരക്കേറിയ സ്കൂൾ ടൈം അടക്കമുള്ള സമയത്താണ് ഇത് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ആ സമയത്ത് ഈ വാഹനത്തിൽ എന്തെങ്കിലും നിയന്ത്രണ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് മറ്റുള്ളവരുടെ ജീവന് കൂടി അപകടമുണ്ടാക്കുന്നതാണ്. അത്തരം വിലയിരുത്തലുകൾ അടക്കം ഈ കേസിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനു മുമ്പും വാഹനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള പരിശോധന എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലും അതാണ് ശരണ്യ. കാരണം ഈ യൂട്യൂബർമാർ അവരുടെ വലിയ രീതിയിൽ പണം കയ്യിൽ വരുന്നുണ്ട്, പിന്നെ എന്ത് തോന്നിയാസവും കാണിക്കാം എന്നൊരു ധാരണ പല യൂട്യൂബർമാർക്കുമുണ്ട്. നമുക്കറിയാം, ഇതിനു മുൻപ് ഈ ബുൾജറ്റ് സഹോദരങ്ങള് ഈ വാഹനത്തിന് രൂപമാറ്റം വരുത്തി അത് വലിയ വിവാദമായതാണ്. പിന്നെ നമ്മുടെ നിയമവ്യവസ്ഥയെ അവർ പരിഹസിക്കുകയും തുടർച്ചയായി നിയമലംഘനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഏറെ ചർച്ച ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ സഞ്ജു ടെക്കിക്കെതിരായ MVDയുടെ നടപടിക്കെതിരെ അയാൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടും MVDയെയും പോലീസിനെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടൊക്കെ വീണ്ടും ഇത്തരം പോസ്റ്റുകളുമായി രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്കിലടക്കം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഈ നിയമങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന രീതിയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. സ്വാഭാവികമായി ഒരു മാതൃകാപരമായ നടപടിയാണ്. ഇനി ആരും ഇത്തരം നടപടി ആവർത്തിക്കരുത്, ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിക്കെതിരെ എന്ന ഒരു സന്ദേശം കൂടി മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നുണ്ട്. സ്വാഭാവികമായും ഹൈക്കോടതിയുടെ പിൻബലമുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിക്ക് ഹൈക്കോടതി എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാൻ. ഇതൊരു മുന്നറിയിപ്പ് തന്നെയല്ലേ? ഇതേപോലെ നിയമലംഘനങ്ങൾ നടത്തുന്ന യൂട്യൂബർമാർക്ക് മാത്രമല്ല
യുവാക്കൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു മുന്നറിയിപ്പ് തന്നെയല്ലേ ഈ നടപടി? ശരണ്യ, തീർച്ചയായിട്ടും ടോമ, ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നൂറനാട് ഇതുപോലെ തന്നെ ഒരു ഇന്നോവ കാറിൽ ചെറുപ്പക്കാരിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. അതായത് കാറിന്റെ ഡോറ് തുറന്നിട്ടിട്ട് ആ ഡോറിനകത്തുൾപ്പെടെ കയറി ഇരുന്ന്, അതായത് ഡോറിന്റെ ഗ്ലാസ് വരുന്ന ആ വിൻഡോ വരുന്ന ഭാഗത്ത് കയറി ഇരുന്നു കൊണ്ടാണ് ഇവർ പലരും യാത്ര ചെയ്യുന്നത്. മാത്രമല്ല യാത്ര ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം വാഹനത്തിന്റെ ഡോർ എല്ലാ ഭാഗത്തും തുറന്നിടുകയും ഈ കുട്ടികൾ ഇതിന്റെ പുറത്തേക്ക് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതും ഫോൺ ഉപയോഗിച്ച് അവർ മറ്റെന്തോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് ഈ വാഹനത്തിൽ പോകുന്നതും. ഈ ദൃശ്യം പിന്നീട് പുറത്തു വരികയും അതിനകത്ത് കൃത്യമായൊരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ആർട്ടിയുടെ നേതൃത്വത്തിൽ രമണിന്റെ നേതൃത്വത്തിലുള്ള സംഘം നീങ്ങുകയും ചെയ്തിരുന്നു. അതിനകത്ത് ഈ വാഹനം അന്ന് കസ്റ്റഡിയിലെടുക്കുകയും വാഹന ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ മറ്റ് പോലീസ് കേസിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയിരുന്നു. അതിനുശേഷമാണ് ഈ പോലീസ് സഞ്ജുവിന്റെ സംഭവം ഉണ്ടായിട്ടുള്ളത്. സഞ്ജുവിന്റെ കേസിലും വിട്ടുവീഴ്ചയില്ലാത്ത അന്നും ഈ ആദ്യത്തെ ഘട്ടത്തിൽ, അതായത് അന്ന് പിടിച്ച ആ നൂറനാട് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരെയും ഇതുപോലെ തന്നെ നിയമ നടപടികൾ എടുത്തതിന് കൂടാതെ അന്ന് മാതൃകാപരമായ ഒരു ശിക്ഷ കൂടി അവർക്ക് ഇവിടുത്തെ എൻഫോഴ്സ്മെന്റ് ആക്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം നൽകിയിരുന്നു. അതായത് അവരും മെഡിക്കൽ കോളേജിൽ 10 ദിവസത്തോളം സൗജന്യ സേവനം നൽകണം, അവിടെ എത്തുന്ന ആളുകൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ സൗജന്യ സേവനത്തിന് നിൽക്കണം എന്നുള്ള ഒരു മാതൃകാപരമായ ശിക്ഷ നൽകിയിരുന്നു. അതിനുശേഷമാണ് ഈ സഞ്ജുവിന്റെ വിഷയം വരുന്നത്. സഞ്ജുവിന്റെ വിഷയം വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ഒരു നായക്കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് വാഹനം ഓടിച്ച ആളുടെ ചിത്രം പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിനെതിരെയും ഇതുപോലെ തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി എടുത്തിരുന്നു. ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവർ വളരെ കോൺഫിഡന്റ് ആയിരിക്കും ഈ നായക്കുട്ടിയെ മടിയിൽ വെച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പാളിച്ച സംഭവിച്ചാൽ അത് ഉണ്ടാക്കുന്ന നാശം അവർക്ക് മാത്രമല്ല, മറിച്ച് ഇത് ഒരു പൊതു റോട്ടിൽ അല്ലെങ്കിൽ നടു റോട്ടിലാണ്, പൊതുനിരത്തിലാണ് ഈ സാഹസം കാണിക്കുന്നത് എന്നുള്ളതാണ്. അത് മറ്റുള്ളവരുടെ ജീവന് കൂടി പ്രശ്നം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള അപകടകരമായ നീക്കമാണ്. എത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഈ രീതിയിൽ എന്തെങ്കിലും ഒരു പാളിച്ച അപ്രതീക്ഷിതമായി എവിടെയെങ്കിലും സംഭവിച്ചാൽ അത് മറ്റുള്ളവരുടെ ജീവന് കൂടി അല്ലെങ്കിൽ ഒരു നിരപരാധിയുടെ ജീവൻ കൂടി അപകടമാകുന്ന രീതിയിൽ മാറുന്നു എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഏറ്റവും ദൂഷ്യമായ ഫലം. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണുകയും ഇവർ കാണിച്ച ഈ നിസാരമായ അല്ലെങ്കിൽ ഇവർക്ക് ഇത്തരം ഒരു പോലീസ് വന്ന് നോക്കി അതായത് സ്കൂൾ സോണിൽ ഒരു പോലീസുകാരൻ വന്ന് ഇവരുടെ വാഹനം കടന്നു പോകുമ്പോൾ നോക്കുന്നുണ്ട്, അവിടെ ഡ്യൂട്ടി എടുക്കുന്ന പോലീസുകാരൻ നോക്കുന്നുണ്ട്, എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സഞ്ജു പറയുന്നുണ്ട് ഭാഗ്യം രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇത് അവർ കാണിക്കുന്നത് നിയമലംഘനമാണ് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ഒരു തിരുത്തൽ വരുത്തുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാതെ ആ വണ്ടിയുമായി അവർ വീണ്ടും മുന്നോട്ട് പോവുകയുമാണ്. ഇടക്ക് വെച്ചത് തകരാറിലാവുകയും വണ്ടിയുടെ പ്രഷർ, അകത്തെ വെള്ളത്തിന്റെ പ്രഷർ താങ്ങാനാവാതെ ആ വാഹനത്തിന്റെ എയർ ബാഗ് പൊട്ടി പുറത്തേക്ക് വരികയും തുടർന്ന് വാഹനത്തിനകത്ത് വെള്ളം നിറഞ്ഞ് പുറത്ത് ഫ്രണ്ട് സീറ്റിലേക്ക്, അതായത് ഡ്രൈവർ സീറ്റിലേക്ക് വെള്ളം ശക്തമായി ഒഴുകി പിന്നീട് അത് അവർക്ക് ഡോറ് തുറന്ന് റോഡിന് പുറത്തേക്ക് ഒഴുക്കി വിടേണ്ട സാഹചര്യം വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർ കാണിച്ച ഈ കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് വളരെ അപകടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇത് സഞ്ജുവിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, മറിച്ച് ആ പൊതുനിരത്തിലുള്ള ഓരോ മനുഷ്യ ജീവനുകൾക്കും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവപരമായ രീതിയിൽ ഇത് എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിനെ മോട്ടോർ വാഹന വകുപ്പ് വളരെ ഗൗരവത്തോടെ ഇതിനെ കാണുകയും ഈ കേസിനകത്ത് ആദ്യഘട്ടത്തിൽ ഇത് പോലീസ് കേസ് അടക്കം എടുക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. പക്ഷെ ആദ്യഘട്ടത്തിൽ നടപടിയല്ല, മറിച്ച് കോടതിയുടെ ഇടപെടലോടുകൂടി ഇതിനെ കുറച്ചുകൂടി കടുത്ത നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നേതൃത്വത്തിലുള്ള സംഘം നീങ്ങി എന്നുള്ളതാണ്. സഞ്ജുവിന്റെ തന്നെ ലൈസൻസ് റദ്ദാക്കാനുള്ള, അതായത് ആദ്യം വാഹനം ഓടിച്ച ആളുടെ ലൈസൻസിലായിരുന്നു നടപടി വന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തമാണ് റദ്ദാക്കിയിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക്, ഇതേ രീതിയിൽ നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം മൂന്നാർ ഗ്യാപ് റോഡിലും സമാനമായ രീതിയിൽ ഗതാഗത നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള യുവാക്കളുടെ അഭ്യാസ പ്രകടനം കണ്ടിരുന്നത്. അതായത് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2ാം തവണയാണ് മൂന്നാറിൽ സമാനമായ രീതിയിൽ ഗതാഗത നിയമലംഘനം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുൻപുണ്ടായ സാഹസിക യാത്രയിൽ യുവാവിന്റെ ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപ് മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും സാഹസിക യാത്ര, യുവാക്കളുടെ സാഹസിക യാത്ര കണ്ടു. ശരീരഭാഗം പുറത്തേക്കിട്ട് വിൻഡോയിലൂടെ പുറത്തേക്കിട്ടുകൊണ്ടാണ്
അവർ യാത്ര ചെയ്തത്. ഈ വിഷയത്തിലും ശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുമെന്നാണ് വിവരം. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, ഇത് എത്രയൊക്കെ നടപടികൾ ഉണ്ടാകുമ്പോൾ ഈ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കുന്നു. ഒരു 2 ആഴ്ച മുൻപ് മൂന്നാർ ഗ്യാപ് റോഡിൽ സാഹസിക സഞ്ചാരം നടത്തിയ യുവാവിന്റെ ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദ് ചെയ്യുന്നു. എത്ര നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിലെ ചില ചെറുപ്പക്കാർ ഗതാഗത നിയമം ലംഘിച്ചുകൊണ്ടുള്ള നടപടികൾ തുടരുന്നു. ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ സാഹസിക സഞ്ചാരത്തിലും MVDയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ടോം, തീർച്ചയായും കർശനമായ നടപടി ആ കാര്യത്തിലും ഉണ്ടാകും തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ജൂൺ 2-നാണ് ഗ്യാപ് റോഡിലെ ആദ്യ സംഭവം, ഈ സാഹസിക യാത്ര നടത്തുന്ന ആദ്യ സംഭവം പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും 2 യുവാവും ഒരു യുവതിയും ശരീരഭാഗം മുഴുവൻ വാഹനത്തിന്റെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത്തരത്തിൽ തന്നെ യാത്രയായിരുന്നു അവർ നടത്തിയിരുന്നത്. ഒപ്പം ട്രാഫിക് നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് എതിർവശത്തേക്കൊക്കെ വാഹനം കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം, എതിർഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ യാത്ര. എന്തായാലും അന്ന് ഉടൻ തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംഭവത്തിൽ ഇടപെടുകയും തുടർന്ന് ഈ വാഹനം ഓടിച്ചിരുന്ന ബൈസൺ വാലി സ്വദേശിയുടെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയായിരുന്നു. തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം വീണ്ടും സമാനമായ ഒരു രീതിയിലുള്ള ഡ്രൈവിംഗ് ഈ മേഖലയിൽ തന്നെ കാണപ്പെട്ടത്. കോഴിക്കോട് സ്വദേശിയാണ്, ഉടമസ്ഥയുള്ള വാഹനമാണ് ഇത്തരത്തിൽ യാത്ര നടത്തിയത്. എന്തായാലും അവർക്കെതിരെയും കർശനമായ നടപടിക്ക് ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. എന്തായാലും ഈ ഗ്യാപ് റോഡിലെ ദേശീയപാതയുടെ പുനരുദ്ധാരണത്തോടനുബന്ധിച്ചൊക്കെ വളരെ മനോഹരമായ ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളും ധാരാളമായി എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ബൈക്ക് യാത്രികരും ഒക്കെ എത്തുന്നു. ഇവരൊക്കെ വലിയ തോതിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഗ്യാപ് റോഡിലും സമീപ മേഖലയിലും ഒക്കെ കാണിക്കുന്നത് നാട്ടുകാർ നിരന്തരമായി പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ RTOയുടെ നേതൃത്വത്തിലൊക്കെ വലിയ ഒരു പരിശോധന ഈ മേഖലയിൽ ഏർപ്പെടുത്തുന്നു. ഒപ്പം നെടുങ്കണ്ടം JRTOയുടെ നേതൃത്വത്തിലൊക്കെ കൃത്യമായ പരിശോധന ഈ മേഖലയിൽ ഉറപ്പുവരുത്തുന്നതൊക്കെ RTO വലിയ ആക്ഷേപം കഴിഞ്ഞ ദിവസവും നാട്ടുകാർ ഉന്നയിച്ചത് ഇത്തരം ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാറുള്ളത്. അല്ലാതെ അവിടെ കൃത്യമായ വാഹന പരിശോധനയില്ല. ഇതുകൊണ്ടാണ് ഈ ഗതാഗത നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടുന്നതെന്നാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. അത് ഒരു വസ്തുതയാണോ? അവിടെ പരിശോധനകൾ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധന വളരെ കുറവാണോ? ടോം, തീർച്ചയായും കൃത്യമായ ഒരു പരിശോധന ഈ മേഖലയിൽ കൃത്യമായി ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ഈ വിനോദസഞ്ചാരികളുമായി എത്തുന്ന ഒരു വലിയ തോതിലുള്ളൊരു അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഈ റോഡിൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും നെടുങ്കണ്ടത്തു നിന്നാണ് കിലോമീറ്റർ വരെയുള്ള ഈ മേഖലയിലേക്ക് എത്തേണ്ടത്, ഗ്യാപ് റോഡിലും ആനയിറക്കൽ മേഖലയിലേക്ക് എത്തേണ്ടത്. ഒപ്പം മൂന്നാർ ഭാഗത്തു നിന്നുള്ള RTOയുടെ ഈ വാണിമാരിയിൽ എത്തേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ പോലീസും ഒരു കൃത്യമായ ഒരു പരിശോധന ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ നിരന്തരമായി ആരോപിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്ന ടൂറിസ്റ്റുകൾ, ബൈക്ക് റൈഡർമാർ, ഇവരൊക്കെ വലിയ തോതിൽ റീൽസ് എടുക്കുക, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി കൂടി അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഈ ഗ്യാപ് റോഡ് അടക്കമുള്ള മേഖലകളിൽ സ്ഥിരമായി കാണിക്കുന്ന ഒരു പതിവ് ഇവർക്കിടയിലുണ്ട്. അത് വലിയ തോതിലുള്ള ആശങ്കകൾക്കൊക്കെ പലപ്പോഴും ഇടയാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗതാഗത നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഏതൊരു ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് അമിത വേഗതയിലും ഒക്കെ ട്രാക്ക് തിരിച്ചുമൊക്കെ ഓടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വളവ് തിരിഞ്ഞു വരുമ്പോഴൊക്കെ ഇത്തരത്തിൽ വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും അത് വലിയ അപകട സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു വസ്തുത കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ജനങ്ങൾ കഴിഞ്ഞിടയ്ക്കൊക്കെ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ 2 സംഭവങ്ങൾ മാത്രമല്ല, സ്ഥിരമായി ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. യാത്രകൾ ആളുകൾ കാണുന്ന സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും മറ്റു മേഖലയിൽ നിൽക്കുന്ന സഞ്ചാരികൾ വാഹനങ്ങളുടെ പുറത്തേക്കൊക്കെ എഴുന്നേറ്റ് നിന്നൊക്കെ യാത്ര ചെയ്യുന്നതാണ് പതിവായി കാണുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഈ മേഖലയുടെ റോഡിന്റെ പ്രത്യേകതയുണ്ട്, വലിയ കയറ്റിറക്കങ്ങളുണ്ട്, ഒപ്പം വലിയ വളവുകളൊക്കെയുള്ള മേഖലയാണ്. ഒപ്പം മഴയുള്ള സമയങ്ങളിലും മഞ്ഞുള്ള സമയങ്ങളിലുമൊക്കെ റോഡ് തെന്നുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെയേറെയുള്ള ഒരു മേഖല കൂടിയാണ്. അതുപോലും കണക്കിലെടുക്കാതെയാണ് ഇത്തരം സാഹസിക യാത്രകളൊക്കെ ചെയ്യുന്നത്. ഇത് നിരീക്ഷിക്കുന്നതിനെ കൃത്യമായ ഒരു നിരീക്ഷണം പോലീസിന്റെയോ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു നിരീക്ഷണ മേഖല ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ 2 സംഭവങ്ങളോടെ കൃത്യമായ നിരീക്ഷണം ഇവിടെ ഏർപ്പെടുത്തുന്നു. തുടർച്ചയായി ഈ പ്രദേശങ്ങൾക്ക് നിരീക്ഷണത്തിലാകുമെന്നും ഒക്കെയാണ് ഗതാഗത വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരാൾക്കെതിരെ നടപടിയെടുത്തു, മറ്റൊരാൾക്കെതിരെയും അടുത്ത ദിവസങ്ങളിൽ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നത്. കേട്ടോ, കൃത്യമായ സൂചനയാണ്, മുന്നറിയിപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം മൂന്നാർ ഗ്യാപ് റോഡിൽ ഗതാഗത നിയമലംഘനങ്ങൾ കാറ്റിൽ പറത്തി
നിയമം കാറ്റിൽ പറത്തി ഈ സാഹസിക സഞ്ചാരം നടത്തിയ യുവാവിനെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സൂചന. സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയിട്ടുണ്ട്. 2 ആഴ്ച മുൻപ് ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിൽ സാഹസിക സഞ്ചാരം നടത്തിയ ഒരു യുവാവിന്റെ ലൈസൻസ് 1 വർഷത്തേക്കും സസ്പെൻഡ് ചെയ്തിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് ഇഡി. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. യുദ്ധത്തിൽ പ്രധാനമന്ത്രി തങ്ങളുടെ നിലപാട്, ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ഇടപെടലും, സമാധാനപരമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ഇടപെടലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അത് തുടരുമെന്നുമാണ് ഇന്നലെ പ്രധാനമായും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റുമായി പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ബ്ലൂ ഇക്കോണമി തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്നലെ ചർച്ച നടത്തിയത്. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ഒരു വിഭാഗത്തെയും പിന്നാലെ പോകാൻ അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. ഉച്ചകോടിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഭവ്യ വിവരങ്ങൾ പങ്കുവെക്കും. ഭവ്യ, വളരെ തന്ത്രപ്രധാനമായ ചർച്ചകൾ നടക്കുന്ന, ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ മേൽക്കൈ നൽകുന്ന, അല്ലെങ്കിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉച്ചകോടിയാണ്. പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ സ്പോട്ട് ലൈവ് തുടരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയ്ക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിർമ്മാതാക്കൾക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ നടൻ സൗബിൻ ഷാഹിറിനെ ഇഡി ചോദ്യം ചെയ്തു. ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. നിർമ്മാതാവ് ഷോൺ ആന്റണിയെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേർന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പല രീതിയിലുള്ള പരാതികളുണ്ട്. ആ സിനിമയിൽ കള്ളപ്പണ നിക്ഷേപമുണ്ട്, സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നൊക്കെ പരാതികൾ ഉയർന്നിരുന്നു. ഇഡി ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൽ നിന്നും ഇത്തരം തട്ടിപ്പ് നടന്നു, കള്ളപ്പണം വെളുപ്പിക്കലുണ്ടായി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അടുത്ത നീക്കം എന്തായിരിക്കും? ഇഡിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും ആജ്ഞ? ടോം, നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ 2 പ്രൊഡ്യൂസർമാരെയും, അതായത് ഷോൺ ആന്റണിയെയും സൗബിൻ ഷാഹിറിനെയും ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇത് ഷോൺ ആന്റണിയെ 3 പ്രാവശ്യമാണ് ഇഡി ചോദ്യം ചെയ്തത്. സൗബിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് അറിയുന്നത്. ഇതിനെ തുടർന്നായിരിക്കും ECIR രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് ഇഡി കടക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും നിലവിൽ ECIR രേഖപ്പെടുത്തിയിട്ടില്ല. സൗബിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പറവ ഫിലിംസിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് മഞ്ഞുമ്മൽ ബോയ്സിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പറവ ഫിലിംസ് കള്ളപ്പണം വിനിയോഗിച്ചു, വെളുപ്പിക്കൽ നടന്നു എന്നാണ് ഇഡിയുടെ നിഗമനം. അതനുസരിച്ചിട്ടാണ് സൗബിനെയും ഷോണെയും ചോദ്യം ചെയ്തത്. മാത്രമല്ല, ഇതിനു മുൻപ് പറവ ഫിലിംസിൽ മഞ്ഞുമ്മൽ ബോയ്സിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് 7 കോടി രൂപ സിറാജ് വലിയതുറ എന്ന അരൂർ സ്വദേശിയായിരുന്ന ഒരു കോ പ്രൊഡ്യൂസർ ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നിക്ഷേപിച്ചിരുന്നു. ലാഭവിഹിതത്തിന്റെ 40% സിറാജിന് നൽകാമെന്ന കണ്ടീഷനിലായിരുന്നു ഈ ഒരു ഡീൽ നടന്നത്. പക്ഷേ 250 കോടിയോളം രൂപ കളക്ഷൻ നേടിയിട്ടും തനിക്ക് വാങ്ങിയ പൈസ പോലും തിരിച്ചു തന്നില്ല എന്നുള്ള സിറാജിന്റെ പരാതി. ആ പരാതി സത്യമാണെന്ന് എറണാകുളം മരട് പോലീസ് സിറാജിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടും പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. ഈ പരാതി സത്യമാണ്. 22 കോടി രൂപയാണ് മഞ്ഞുമ്മൽ ബോയ്സിന് വേണ്ടിയിട്ട് നിർമ്മാണത്തിന് ചിലവായി എന്ന് പറവ ഫിലിംസ് കാണിച്ചത്. എന്നാൽ 18.65 കോടി രൂപ മാത്രമാണ് ചിലവായത്. ബാക്കി 3.5 കോടിയുടെ കണക്ക് അധികമാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട സിറാജിന്റെ പരാതിയിൽ സിറാജിന് 7 കോടി രൂപ സിറാജിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ശേഷം 1 രൂപ പോലും തിരികെ കൊടുത്തില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്.
ഇതിന്റെ അതായത് മഞ്ഞുമൽ ബോയ്സിന്റെ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി കള്ളപ്പണം വിനിയോഗിച്ചാണ് ഈ ചിത്രം ഇത്രയും വലിയ കളക്ഷനിലേക്ക് എത്തിച്ചത് എന്നാണ് ആരോപണം. ആ ഒരു ആരോപണത്തിന്റെ ഭാഗമായിട്ടാണ് ED ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല സിനിമ നിർമ്മാണ രംഗത്ത് ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് ED. ഒരുപക്ഷെ ഒരു എൻട്രിക്കായി കാത്തിരുന്ന ഒരു സാഹചര്യമായിരിക്കാം. ഇനി ഒരു പക്ഷേ ബാക്കിയുള്ള മറ്റു നിർമ്മാതാക്കളിലേക്ക് വലിയ കളക്ഷൻസ് നേടുന്ന സിനിമകളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ED നീങ്ങുന്നത് എന്നാണ്, സിനിമയുടെ നിർമ്മാതാക്കളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ED നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കൃത്യമായ നിരീക്ഷണം ഇനി സിനിമകൾക്ക് നേരെ ഉണ്ടാകും, EDയുടെ നിരീക്ഷണം ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കണം. നേരത്തെ ഈ ലഹരി മാഫിയ സിനിമയിൽ പണം നിക്ഷേപിക്കുന്നുണ്ട്, അതോടെ കള്ളപ്പണ നിക്ഷേപം നടക്കുന്നുണ്ടെന്ന വലിയ ആക്ഷേപമൊക്കെ ഉയർന്നുവെങ്കിലും ഇതുവരെയും ആ രീതിയിലുള്ള ഒരു നിരീക്ഷണമോ പരിശോധനയോ സിനിമാ സെറ്റുകളിൽ ഉണ്ടായില്ല, സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ഉണ്ടായില്ല. ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിനെതിരെ ഇത്തരം ആരോപണവും പരാതിയും ഒക്കെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ തുടർന്നുള്ള മലയാള സിനിമ നിർമ്മാണ കമ്പനികൾക്കെതിരെ ഒരു EDയുടെ നിരീക്ഷണവും പരിശോധനയും അന്വേഷണവും ഒക്കെ ഉണ്ടാകുമെന്ന് കരുതണം അല്ലേ ആജ്ഞ? തീർച്ചയായിട്ടും ടോമ, ആ ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നത്. കാരണം ED ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എൻട്രിക്കായി കാത്തിരുന്നത് പോലെയാണ് ഈ ഒരു കേസിൽ EDയുടെ ഓരോ നീക്കങ്ങളും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സൗബിനെതിരെ എറണാകുളം മരട് പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന സിറാജ് വലിയതുറ എന്ന പ്രൊഡ്യൂസർ പരാതി നൽകുന്നു. 7 കോടി രൂപ കൈപ്പറ്റി അതിന്റെ ലാഭവിഹിതമോ പണമോ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ വാങ്ങിയ പണമോ നൽകിയിട്ടില്ല. അതേ തുടർന്നാണ് ഈ FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം അന്വേഷണ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഇങ്ങനെ 22 കോടി രൂപയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാണ ചെലവ് എന്നാണ് സൗബീനും സംഘവും കാണിച്ചിരിക്കുന്നത്. എന്നാൽ അത് 18.65 കോടി രൂപ മാത്രമേ ചെലവായി എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതേ തുടർന്നാണ് ED ഇതിലേക്ക് ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചു, ബാക്കി 3.5 കോടിയുടെ കണക്ക് പറയുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊരു തരത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അതുകൊണ്ടാണ് ED ഈ കേസിൽ ഇടപെടുന്നത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ 250 കോടിയുടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ കളക്ഷൻ വിഭാഗത്തിലേക്ക് മഞ്ഞുമൽ ബോയ്സ് വളരെ പെട്ടെന്ന് മാറുകയുണ്ടായി. ഈ ഒരു കളക്ഷൻ കൂടി ഏത് തരത്തിലാണ് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞത്, കള്ളപ്പണം വെളുപ്പിക്കുന്ന തരത്തിലേക്ക് വെളുപ്പിക്കുന്ന ഒരു ഇടപെടലുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളും ED പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ CIR രേഖപ്പെടുത്തിയിട്ടില്ല. സൃഷ്ടിച്ചെടുത്ത ലാഭം കളക്ഷൻ എന്നാണോ EDയുടെ സംശയം? കാരണം നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചു, മലയാള സിനിമയിൽ തന്നെ റെക്കോർഡ് കളക്ഷൻ നേടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇത് കൃത്രിമമായി ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു കളക്ഷൻ തുകയാണ്, റെക്കോർഡ് തുകയാണ് എന്നാണോ EDയുടെയും സംശയം? ഒരു സംശയം ലക്ഷ്യമിട്ട് അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് ED പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ടോം. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 22 കോടി രൂപയുടെ നിർമ്മാണ ചെലവ് കാണിച്ച ഒരു സിനിമയിൽ 18.65 കോടിയാണ് നിർമ്മാണ ചെലവ് എന്ന് പോലീസ് കണ്ടെത്തുകയും ഇതേ തുടർന്നാണ് ഇതിൽ അന്വേഷണം വരുന്നതും. ബാക്കി 3.5 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നിർമ്മാണ ചെലവ് കാണിച്ച് വരുത്തിയതെന്ന ഒരു നിഗമനത്തിലാണ് ED. അതുകൊണ്ട് തന്നെയാണ് സിറാജ് എന്ന് പറയുന്ന ആളുടെ പരാതിയിൽ, മാത്രമല്ല നേരത്തെ ഇത് പ്രീ ഷെഡ്യൂൾ, അതായത് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യത്തെ ഒരു ഷെഡ്യൂൾ മുഴുവൻ പൂർണ്ണമായും ഷൂട്ട് ചെയ്തു എന്ന് വിശ്വസിപ്പിച്ചിട്ടാണ് സിറാജിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയത് എന്നാണ് ആരോപണം. എന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. 7 കോടി രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിയത് അതിനുശേഷമാണ്, അതായത് ആദ്യത്തെ ഒരു ഷെഡ്യൂൾ പൂർത്തീകരിച്ചു എന്ന് കാണിച്ചിട്ടാണ്. പക്ഷെ അതിനുശേഷം സിറാജിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയ ശേഷമാണ് സിനിമയുടെ ഷൂട്ടിങ്ങുകൾ അല്ലെങ്കിൽ മറ്റു ജോലികൾ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാച്ച് ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ അത് വ്യക്തമാക്കുന്നുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ കള്ളപ്പണം വെളുപ്പിക്കലിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ടോം. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും
വിവരങ്ങൾ നൽകിയത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിലാണ് നടൻ സൗബിൻ ഷാഹിറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. വരും ദിവസങ്ങളിൽ മറ്റ് നിർമ്മാതാക്കളെയും ചോദ്യം ചെയ്യുമെന്ന സൂചനയുമുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. RB രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമ നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരായി. സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അഡ്വക്കേറ്റ് ആളൂരിനൊപ്പം സത്യഭാമ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. VV വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി. വിനോദ്, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു നിമിഷം, ഇപ്പോൾ അഡ്വക്കേറ്റ് ആളൂര് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആളൂരിന്റെ വാക്കുകളിലേക്ക്. ഒരു ബെയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഏതു കോടതികളും പ്രത്യേകമായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം 66 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമാണോ ഇല്ലയോ എന്ന് മാത്രമാണ് കോടതി ചോദിച്ചത്. തീർച്ചയായിട്ടും അതിൽ ആവശ്യമില്ലാമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. VV വിനോദിലേക്ക് വീണ്ടും. വിനോദ്, നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് സത്യഭാമയോട് നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹാജരായിട്ടുണ്ട്. ഇന്ന് തന്നെ നെടുമങ്ങാട് കോടതി സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമോ? PO കോടതി SC/ST ആണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഹർജി പരിഗണിക്കുന്നത്. ജാമ്യം നൽകണമെന്ന ആവശ്യം പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. അവർ നിരത്തുന്ന വാദങ്ങൾ ഇങ്ങനെയാണ്: സത്യഭാമ ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ വ്യക്തിപരമായി ആരെങ്കിലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജിക്കാരന് എങ്ങനെയാണ് അദ്ദേഹത്തെയാണ് ഇത് പറഞ്ഞതെന്ന കാര്യം ഉന്നയിക്കാൻ കഴിയുക. മാത്രവുമല്ല, പൊതുവിൽ ഒരു കാര്യം പറഞ്ഞു: തെളിവുകൾ നശിപ്പിക്കില്ല, വിദേശത്ത് പോകാനുള്ള സാഹചര്യമില്ല, 65 വയസ്സുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വിട്ട് ചോദ്യം ചെയ്യേണ്ടതില്ല, ആവശ്യമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി കൃത്യമായി ഈ അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കും. ഉപാധികളോടെ എങ്കിലും ഈ ജാമ്യം അനുവദിക്കണം എന്ന കാര്യമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇതിനെല്ലാം ഖണ്ഡിക്കുകയാണ്. മാത്രവുമല്ല, ഈ ഒരു പരാമർശം അതൊരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് ഭരണഘടനയെ തന്നെ അവഹേളിക്കുന്ന നിലയിലുള്ള പരാമർശമാണ്. ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കാര്യവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. വാദം പൂർത്തിയായി അല്പസമയത്തിനുള്ളിൽ വീണ്ടും കോടതി ചേരും. ജാമ്യം അനുവദിക്കുമോ എന്നത് അപ്പോഴാകും വ്യക്തമാകുക. ഏതായിരുന്നാലും വളരെ ശക്തമായ വാദമുഖങ്ങളാണ് കോടതിയിൽ ഉണ്ടായത്. ശക്തമായി തങ്ങളുടെ ന്യായങ്ങൾ നിരത്തുന്നതിന് ഇരു വിഭാഗത്തെയും അഭിഭാഷകർ ശ്രമിച്ചു. ആളൂരാണ് സത്യഭാമയ്ക്ക് വേണ്ടി ഹാജരായത്. പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കൃത്യമായി അവരുടെ നിലപാടുകളും നേരത്തെ ഹൈക്കോടതി കൈക്കൊണ്ട നിലപാടും വിധിയും ചൂണ്ടിക്കാട്ടിയായിരുന്നു പറഞ്ഞത്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭരണഘടനാപരമായ കാര്യങ്ങൾ, അതിൽ പൗരന്റെ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ വർണ്ണവിവേചനം, ആ തരത്തിലുള്ള പരാമർശങ്ങൾ അവർ പിന്നീടും ഇതിൽ ക്ഷമ ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ നിലപാട് തിരുത്തുന്നതിനോ ഉള്ള ഒരു സമീപനം ഉണ്ടായില്ല എന്ന കാര്യം, ഈ നിലയ്ക്കുള്ള വാദങ്ങളാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. നമുക്കറിയാം, ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമയുടെ വിവാദ പരാമർശമുണ്ടായത്. ആ ഭാഗം പുറത്തു വരികയും വലിയ തോതിൽ വിവാദമാകുകയും ചെയ്തു. സർക്കാരിന്റെ പിന്തുണ RB രാമകൃഷ്ണന് ലഭിച്ചു. മന്ത്രിമാരടക്കമുള്ളവർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലയുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ കേസ് ഹൈക്കോടതിയിലേക്ക് വരികയും ഹൈക്കോടതി SC/ST കോടതിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് നൽകിയതും അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച വിധി വരും. എന്തോ അല്പസമയത്തിനകം വിധി വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വിനോദ്, അവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പുകളാണ്. എന്താണ് അഭിഭാഷകൻ സൂചിപ്പിക്കുന്നത്? കാരണം നമുക്കറിയാം, വലിയ രീതിയിൽ അന്ന് ചർച്ചയായതാണ് സത്യഭാമ
RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിക്കുന്നത്? ഇത് ചോദ്യം ചെയ്യാൻ പോയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ആരാഞ്ഞപ്പോൾ സത്യഭാമ മാധ്യമങ്ങളെപ്പോലും അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. താൻ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല, പരാമർശത്തിൽ നിന്നും പിന്നോട്ട് പോയില്ല, തിരുത്താൻ തയ്യാറായില്ല. ഇതേ നിലപാട് തന്നെയാണോ ഇപ്പോഴും അവർ സ്വീകരിക്കുന്നത്? ടോം, അങ്ങനെ തന്നെയാണ്. കാരണം ഈ വിവാദത്തിന്റെ ഭാഗം പുറത്തു വരികയും അത് ചർച്ചയാവുകയും പിന്നീട് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് അവരുടെ നിലപാട് വീണ്ടും ആരായുകയും ചെയ്തു. പക്ഷെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, മാധ്യമങ്ങളെ കൂടി വിമർശിക്കുന്ന നിലയിലേക്ക് സത്യഭാമ പോവുകയും ചെയ്തു. അവിടെയാണ് വലിയ വിമർശനം. സാംസ്കാരിക കേരളത്തിന്റെ ഒരു പ്രതികരണം തന്നെ ഉണ്ടായി. സർക്കാർ തന്നെ സത്യഭാമയുടെ നിലപാടുകളെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു. പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരും അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വന്നു. പ്രതിപക്ഷ ഇവരുടെ പ്രതികരണം ശരിയല്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ആ നിലയ്ക്ക് പൊതുവിൽ അവരുടെ വാക്കുകൾ, അവരുടെ മനസ്സിലെ ചിന്താഗതികൾ ലഭിക്കാത്ത, അതിന് പിന്തുണയ്ക്കാത്ത പൊതു സമീപനം തന്നെയാണ് സാംസ്കാരിക കേരളത്തിൽ നിന്നുണ്ടായത്. മാത്രമല്ല, RLV രാമകൃഷ്ണന് ആ സമയത്ത് തന്നെ കൂടുതൽ വേദികൾ ലഭിക്കുന്ന അവസരമുണ്ടായിരുന്നു. അദ്ദേഹത്തെ പല വേദികളിലായി വിളിച്ച് ആദരിക്കുന്ന നിലയുണ്ടായി. ഈ നൃത്ത അധ്യാപകർ തന്നെ, വലിയ ആചാര്യന്മാർ തന്നെ അങ്ങനെ നിറത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പുരുഷൻ ആ നൃത്തം ചെയ്യുന്നതിന്റെ പേരിലോ എന്തെങ്കിലും തകരാറുള്ളതായി പറഞ്ഞില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു നിലയിലേക്ക് സത്യഭാമ എത്തുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു നിയമ പോരാട്ടമാണ്. അങ്ങനെ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ റിമാൻഡിൽ പോകേണ്ടതുണ്ടോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്നതാണ് അതിൽ പ്രതിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ അത് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലുള്ള വകുപ്പുകളാണ്. സ്വാഭാവികമായും അങ്ങനെ 7 വർഷത്തിൽ താഴെയാണ് ശിക്ഷയെങ്കിൽ ജാമ്യം നൽകുന്നതിന് മറ്റ് തടസ്സമില്ല. പക്ഷേ ഈ പരാമർശത്തിന്റെ ഗൗരവം അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതിയുടെ വിവേചനാധികാരമാണ്. കോടതി അത് പരിശോധിച്ചിട്ട് ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കും. മറ്റൊന്ന്, ഈ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്ത ഉപകരണങ്ങൾ അത് അടക്കമുള്ളവ കണ്ടെത്തണമെന്ന് പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചു. പക്ഷേ അതിൽ പ്രതിഭാഗം എടുത്ത നിലപാട് അത് ആ ഇന്റർവ്യൂ ചെയ്ത യൂട്യൂബ് ആളുകളാണ്. അവരാണ് അതിൽ 2-3 പ്രതികൾ. അവർക്ക് ഈ കോടതി ജാമ്യം നൽകുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ ഇന്റർവ്യൂവിൽ സംസാരിച്ച സത്യഭാമയ്ക്ക് അത് റെക്കോർഡ് ചെയ്ത ഉപകരണങ്ങൾ എവിടെയെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ സത്യഭാമയല്ല അത് എവിടെയെന്ന് കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സത്യഭാമയ്ക്കെതിരെ അതിന്റെ പേരിൽ ഒരു നടപടിയോ കസ്റ്റഡിയോ പാടില്ല എന്ന കാര്യം പ്രതിഭാഗം ഉന്നയിച്ചു. എന്നാൽ ഈ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. 3 ഭാഗങ്ങളായാണ് ഇന്റർവ്യൂ സംപ്രേഷണം ചെയ്തത്. അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്ന നിലപാട് പ്രോസിക്യൂഷൻ ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ 65 വയസ്സുള്ള ഒരു സ്ത്രീയെ അങ്ങനെ കസ്റ്റഡിയിലേക്ക് വിടേണ്ടതുണ്ടോ? അവർ വിദേശത്തേക്ക് പോകാൻ ഇടയില്ല, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകില്ല, തെളിവുകൾ നശിപ്പിക്കില്ല, ഇതുവരെ അന്വേഷണവുമായി സഹകരിച്ചു. അതുകൊണ്ട് തന്നെ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതിൽ താഴെയുള്ള കുറ്റങ്ങളാണ്. ആ കാരണം കൊണ്ട് തന്നെ ജാമ്യം നൽകാവുന്നതാണ്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് സത്യഭാമയുടെ അഭിഭാഷകൻ ആളൂർ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച വിധി വരും. ടോം, ഇനി വിനോദ്, കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമോ? തീർച്ചയായും മുൻകൂർ ജാമ്യം നൽകിയാൽ ഉടൻ അറസ്റ്റ് വേണമോ എന്നത് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വിവേചനാധികാരമാണ്. ഒരുപക്ഷെ വിധി വരുന്നതെങ്കിൽ അറസ്റ്റിലേക്ക് പോവുകയും പോലീസ് കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യുകയും പിന്നീട് റിമാൻഡിനുള്ള സാധ്യതകൾ, അവിടെയും ജാമ്യത്തിനുള്ള സാധ്യതയുണ്ട്. ജാമ്യം തേടാൻ പ്രതിഭാഗത്തിന് ലഭിക്കും. അതെല്ലാം ഈ അപേക്ഷ തള്ളിയാൽ മാത്രമാണ്. പക്ഷേ ഇതുവരെയുള്ള ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ സത്യഭാമയ്ക്ക് ജാമ്യം ലഭിച്ചേക്കാം എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ആ തരത്തിലുള്ള പരാമർശം ഉണ്ടായി. അത്യന്തം ഗുരുതരമായ ഒരു പിശക്, അത് തിരുത്തുന്നില്ല. അവർ അവരുടെ നിലപാട് തിരുത്താൻ പോലും തയ്യാറാകുന്നില്ല എന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഒരു നിലപാടെടുത്ത് നിൽക്കുമ്പോൾ കോടതി ഏത് തരത്തിലായിരിക്കും ഇതിൽ തീരുമാനമെടുക്കുക എന്ന് കാണേണ്ടതാണ്. ഏതായിരുന്നാലും ഇതിൽ ഏത് വരുന്നത് എന്നത് അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാൻ കഴിയുമല്ലോ. വ്യക്തമാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിലാണ് സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നെടുമങ്ങാട് അഡീഷണൽ
കോടതി ഇപ്പോൾ പരിഗണിക്കുന്നു. അല്പസമയത്തിനകം വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുക. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ അല്പസമയം മുമ്പ് അവർ കീഴടങ്ങിയത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് കട്ടപ്പനയിൽ, ഇടുക്കി കട്ടപ്പനയിൽ നടന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസാണ്. കട്ടപ്പനയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഫോറൻസിക് സംഘം കൊലപാതകം നടന്ന സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഇടുക്കിയിൽ നിന്നെത്തിയ സംഘമാണ് സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ രാത്രിയിലാണ് യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഡാനി പോളും VK സ്റ്റാലിനും ചേരുന്നുണ്ട്. ആദ്യം ഡാനിയിലേക്കാണ്. ഡാനി, ഇന്നലെ രാത്രിയാണ് ഈ അരുംകൊല നടക്കുന്നത്. അതിന്റെ കൊലപാതകത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ ഡാനി? ടോം, ഇയാളെ കൊല നടത്തിയ ബാബുവിനെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിൽ എന്താണ് ഇത് സംബന്ധിച്ച യഥാർത്ഥ കാരണം എന്നത് സംബന്ധിച്ചാണ് അന്വേഷിക്കുന്നത്. ഈ ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ വഴക്കുകൾ ഉണ്ടായിരുന്നു. നേരത്തെ പല കാര്യങ്ങളിൽ ചില വഴക്കുകൾ ഉണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിയായ ബാബുവിൻ്റെ ഭാര്യ നൽകിയ മൊഴിയിലും ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രകോപനപരമായ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ ഉണ്ടായോ? അത് ഈ കൊലപാതകത്തിലേക്ക്, അത് വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഇവിടെ സുബിൻ തൻ്റെ ഗർഭിണിയായ ഭാര്യയെ കാണാൻ വേണ്ടിയാണ് കട്ടപ്പന സുവർണഗിരിയിൽ എത്തിയത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇവർ തമ്മിൽ ഈ വഴക്കുണ്ടാവുകയും പിന്നീട് വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അവിടെ നിന്ന് കോടാലി എടുത്തുകൊണ്ട് ഇയാൾ പുറത്തേക്ക് വരികയുമായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് വളരെ കൂടുതലായ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ തന്നെ കൂടുതൽ ഇയാളെ ശരീരത്തിൽ സുബിനെ വെട്ടേൽപ്പിക്കുകയായിരുന്നു. സുബിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്ര കണ്ട മാരകമായി ഇയാൾ ബാബു ആക്രമിച്ചിരുന്നു. ബാബു പലപ്പോഴും ലഹരിക്ക് അടിപ്പെട്ടുകൊണ്ട് പല ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. പലരോടും ഈ രീതിയിൽ പ്രകോപനപരമായി സംസാരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇയാളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുകയും എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തുക, വീട്ടിൽ നിന്ന് കോടാലി എടുത്തുകൊണ്ടെന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് അടക്കം പോകാൻ ഇടയായ സാഹചര്യം എന്താണ്, കാരണം എന്താണ് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇയാൾ ഈ സംഭവത്തിന് ശേഷം വീടിനകത്തേക്ക് കയറി പോവുകയും ആ വീടിനകത്ത് ഈ കോടാലിയുമായെല്ലാം തന്നെ വീടിനകത്തേക്ക് കയറിപ്പോയി അതിനകത്ത് ഒളിക്കുകയുമായിരുന്നു ചെയ്തത്. പിന്നീട് ഈ വിവരം അറിഞ്ഞ് പോലീസ് എത്തി ഇയാളെ അന്വേഷിക്കുന്നു. ഇയാൾ വീടിനകത്തുണ്ടെന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ അവരെ ആക്രമിക്കുന്ന രീതിയിലായിരുന്നു ഇയാൾ പെരുമാറിയത്. ഇയാൾ ഗ്രേഡ് എസ് ഐ ഉദയകുമാർ അടക്കം ഇയാൾ ആക്രമിക്കുകയും കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. അപ്പോൾ പല രീതിയിലുള്ള ഈ സ്വഭാവ പ്രശ്നങ്ങളും കാണിക്കുന്ന ഒരാളാണ് ഇയാൾ. അപ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം എന്താണ്, മാനസിക പ്രശ്നങ്ങൾക്കപ്പുറം ഈ മറ്റ് കാരണങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘത്തിൻ്റെ ഒരു പരിശോധനകളടക്കം കട്ടപ്പന സുവർണഗിരിയിൽ അവിടെ നടക്കുകയും ചെയ്യുന്നത്. ടോം. ഡാനി തുടരുക. VK സ്റ്റാലിനിലേക്ക് കൂടി പോവുകയാണ്. സ്റ്റാലിൻ, ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഈ കൊലപാതകം നടത്തിയതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അയൽവാസികൾ തമ്മിലുള്ള കൊലപാതകങ്ങൾക്ക് വസ്തുതർക്കവും മറ്റു വ്യക്തിപരമായ വിരോധവും ഒക്കെ കൊലപാതക കാരണമായി കാണാൻ കഴിയാറുണ്ട്. പക്ഷേ ഇവിടെ ഈ യുവാവിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് ഈ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടോ സ്റ്റാലിൻ? ടോം, ഈ സംഭവത്തില് ഇയാള് ഈ സുബിനെ കൊലപ്പെടുത്താനുള്ള പ്രത്യേക കാരണത്തെക്കുറിച്ച് മാത്രം പോലീസിന് ഇപ്പോഴും വ്യക്തത കിട്ടിയിട്ടില്ല. എന്നാൽ ഇയാൾ സ്ഥിരമായി ആ പ്രദേശത്ത് മയക്കുമരുന്ന് കഴിക്കുകയും മദ്യം കഴിക്കുകയും ചെയ്ത് അവിടെ അലമ്പും വഴക്കുമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥിരം ഒരു പ്രശ്നക്കാരനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമെല്ലാം അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വരുന്നത്. ഏതായാലും ഈ വീടിന്റെ എല്ലാ വീടിന്റെയും പരിസരത്ത് ഇയാള് ഇങ്ങനെ മദ്യവെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതി അയാൾക്ക് സ്ഥിരമായുണ്ട്. ഈ സുബിൻ വീട്ടിലെത്തിയ സമയത്തും ഇത്തരത്തില് അസഭ്യ വാക്കുകൾ പറയുകയും തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവരുടെ വീടുകളൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അവിടെ പുറത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കുകയും മദ്യവെച്ച ശേഷമുള്ള ഈ ആക്രോശം നടത്തുകയൊക്കെ സ്ഥിരമാണ്. അത് ഇന്നലെയും അത് ആവർത്തിച്ചു. സുബിൻ ഒരു 7 മണിയോട് കൂടിയാണ് ഇപ്പൊ ഈ സംഭവം നടക്കുന്നത് ഇന്നലെ. അപ്പം സുബിൻ അവിടെ ഗർഭിണിയായ ഭാര്യയെ കാണുന്നതിന് വേണ്ടി ഭാര്യ വീട്ടിലെത്തിയതായിരുന്നു.
ഈ സമയത്താണ് ഇയാള് പുറത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. ഇയാളും ഇയാളുടെ മാതാവും മാത്രമാണ് തൊട്ടടുത്ത ഈ വീട്ടിൽ താമസിക്കുന്നത്. ടോമെ, മറ്റൊരു പ്രത്യേകത കൂടി ഈ കാര്യത്തിലുണ്ട്. അതായത് ഇവർക്ക് ഈ ബാബു എന്ന് പറയുന്ന ആൾക്ക് സ്വന്തമായി താമസിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു, വീടില്ലായിരുന്നു. അവിടെ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സുബിന്റെ ഭാര്യ ഭവനത്തിൽ നിന്നും ആ വീട്ടുകാര് 5 സെന്റ് സ്ഥലം പള്ളിക്ക് നൽകുകയും ആ സ്ഥലത്ത് പവരയാർ പള്ളി, അവരുടെ ആ ഇടവഴിക്ക് പറയുന്ന പവരയാർ എന്നാണ്, ആ പവരയാർ പള്ളിയിൽ നിന്നും വീട് വെച്ചു കൊടുത്താണ് ഈ ബാബുവിന്റെ മാതാവും നിലവിൽ അവിടെ താമസിച്ചു വരുന്നത്. ശരിക്കും ഇവരുടെ സ്ഥലമാണ്, അവർക്ക് ദാനമായി കൊടുത്ത സ്ഥലത്തു നിന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം ഒരു വൈകാരികത ആ നാട്ടുകാർക്കും ഇക്കാര്യത്തിൽ ഉണ്ട്. എന്തായാലും ഇയാള് സ്ഥിരമായി പ്രശ്നക്കാരനാണ്. ഇയാള് സ്ഥിരമായി വെള്ളം അടിച്ചിട്ട് അവിടെയെല്ലാം മദ്യപിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇയാൾക്ക് എപ്പോഴും ഉള്ളത്. അങ്ങനെയാണ് ഇന്നലെയും സുബിൻ ചെല്ലുന്ന സമയത്തും സുബിൻ ചെന്നതിന് ശേഷവും അവിടെ അതായത് ഒരു സ്ഥിരം നാട്ടുകാർക്ക് സ്ഥിരം തലവേദന സൃഷ്ടിച്ചിരുന്ന വ്യക്തി അങ്ങനൊരു സ്ഥിരം ക്രിമിനൽ ആണോ? ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്താണ്? മറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മുൻപ് ചെയ്തതായിട്ടുള്ള രേഖകളൊന്നും പോലീസിലില്ല. എങ്കിലും ഇയാളൊരു സ്ഥിരം പ്രശ്നക്കാരനും പോലീസിന്റെ ഒരു നോട്ടപ്പുള്ളിയും കൂടിയാണ് ഇയാൾ എപ്പോഴും ഈ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതിക്കാരനാണ്. അങ്ങനെ ഇവർ തമ്മിൽ നേരിയ തോതിലുള്ള തർക്കങ്ങളൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി അതത്ര ഒരു വലിയ പ്രശ്നത്തിലായിട്ടൊന്നും പോയിരുന്നില്ല. അപ്പൊ സ്ഥിരം ഒരു പ്രശ്നക്കാരൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നാട്ടുകാരും ഇയാളെ കാണുന്നത്. എന്തായാലും ഈ വാക്കുതർക്കം ഉണ്ടായതിനു ശേഷം ഇയാൾ ഓടി അകത്ത് കയറി അകത്തുനിന്ന് കോടാലി എടുത്തുകൊണ്ടുവന്ന് സുബിനെ വെട്ടുകയായിരുന്നു. ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു സുബിന് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായി തടയാനോ പെട്ടെന്ന് അതിനെ പ്രതിരോധിക്കാനോ കഴിഞ്ഞില്ല. എന്തായാലും തലങ്ങും വിലങ്ങും ശരീരത്തെ അകമാനം വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ വെട്ടുകൊണ്ട് വീണ പെട്ടെന്ന് അവിടുന്ന് ആൾക്കാർ ചേർന്ന് സുബിനെ എടുത്ത് കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പോയ വഴിക്ക് തന്നെ ആള് മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ വീണ്ടും ഈ കോടാലിയുമായിട്ട് മുറിക്കകത്ത് കയറി ഒളിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ കട്ടപ്പനയിൽ നിർത്തിയ പോലീസ് സംഘത്തില് SI ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി ഇയാളെ പിടിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഇയാൾ വാതില് അകത്തിരുന്നുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വാതില് പൊളിച്ച് തന്നെയാണ് അകത്ത് കയറിയത്. അങ്ങനെ ഇയാളെ പിടിക്കുന്ന സമയത്താണ് ഈ കയ്യിലിരുന്ന കോടാലി കൊണ്ട് ഉദയകുമാർ എന്ന് പറഞ്ഞ SIക്കിട്ടും ഇയാള് ആക്രമിച്ചു. SIയുടെ കയ്യിൽ പരിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇയാളെ പിടിച്ച് കൊണ്ടുപോയി ഇപ്പൊ ചോദ്യം ചെയ്തു വരികയാണ്. ഡാനി സൂചിപ്പിച്ച പോലെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ, ഇതിനൊരു കൃത്യമായ ഒരു കാര്യം എന്തെന്നുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്നതേ ഉള്ളൂ. ഏതായാലും ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ഉന്നത പരിശോധനകൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇനിയും വൈകിട്ടോടെ ഉച്ചയ്ക്ക് ശേഷം ഇനി വീണ്ടും ചിലപ്പോൾ ഇയാളെ അവിടെ കൊണ്ടുവന്ന് തെളിവെടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ നാട്ടുകാരെ ഒരുപക്ഷെ പ്രകോപനം ഉണ്ടാക്കാം എന്നുള്ളതിനാൽ ചിലപ്പം ആ കാര്യത്തിൽ അല്പം സാവകാശവും പോലീസ് സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ടോമേ, സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി പോളിലേക്ക് വീണ്ടും. ഡാനി, ഈ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ പ്രതിക്കെതിരെ സ്വാഭാവികമായ രീതിയിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തെളിവെടുപ്പ് പിന്നീട് വൈകിയായാലും നടക്കാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ സ്റ്റാലിൻ നൽകുന്ന വിവരം അനുസരിച്ച് ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് സംശയിക്കണോ? കാരണം കൃത്യമായും ഈ സുബിൻ ഈ വീട്ടിലെത്തും എന്ന് മനസ്സിലാക്കി സുബിനെ ഈ രീതിയിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ആസൂത്രണത്തോടുകൂടി നടത്തിയ കൊലപാതകമാണ് എന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ടോ? ഏറ്റവും അതിന് കുറെ കൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം അതിൽ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടോ എന്നതടക്കം. കാരണം ഇയാൾ ഈ ബാബു എന്ന് പറയുന്ന ആൾ പലപ്പോഴും ഈ ഒരു പ്രശ്നക്കാരനായ തന്നെയാണ്. പലപ്പോഴും പല രീതിയിൽ ആളുകളോട് സംസാരിക്കുക, പ്രകോപനം ഉണ്ടാക്കുക എന്ന രീതിയിൽ പെരുമാറുന്ന ഒരാൾക്ക്, ഒരു ശല്യക്കാരൻ എന്ന രീതിയിലെല്ലാം തന്നെ പെടുത്താവുന്ന ഒരാളാണ്. പലപ്പോഴും ഈ സുബിനുമായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ പ്രകോപിതനായി വഴക്കിലേക്ക് നീങ്ങുന്നൊരു പ്രകൃതം ആ രീതിയിൽ തന്നെയാണ് ഇയാൾ ഉള്ളത്. പോലീസ് അത് തന്നെ നേരത്തെ ടോം സൂചിപ്പിച്ച കാര്യങ്ങളിൽ പോലീസിന് സംശയമുണ്ട്. കാരണം വീണ്ടും അകത്തേക്ക് പോയി കോടാലിയുമായിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചെത്തുക, തുടർച്ചയായി വെട്ടി പരിക്കേൽപ്പിക്കുക, കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പോവുക, അത്തരം കാര്യങ്ങൾ എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധിക്കണം. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. അതിൽ കുറെ കൂടി പോലീസിന് സ്ഥിരീകരണമടക്കം ലഭിക്കേണ്ടതുണ്ട്.
മറ്റൊന്ന് ഇതിൽ നേരത്തെ സ്റ്റാലിൻ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട്. കാരണം ഇദ്ദേഹത്തിന് ലഭിച്ച വീട് പോലും ഈ ഒരു കുടുംബം അവരുടെ ഒരു സന്മനസ്സുകൊണ്ട് അവർക്ക് നൽകിയ ഭൂമിയിലടക്കമാണ് വീട് അടക്കം ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാർ സ്വാഭാവികമായും ഇവരുടെ ഒരു അനുകമ്പയോട് സ്നേഹാനുഭൂതിയുള്ളവരാണ് കൂടുതലും നാട്ടുകാരും. കാരണം ഇവരുടെ ഭാര്യ വീട്ടുകാർ നൽകിയ ഒരു സ്ഥലത്താണ് ഈ വീട് വയ്ക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ സഹായകരമായത്. സ്വാഭാവികമായും അത്തരം ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുമ്പോൾ ഇയാളെ പെട്ടെന്ന് അവിടേക്ക് കൊണ്ടുവരുമ്പോൾ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതകൾ പോലീസ് കാണുന്നുണ്ട്. കാരണം ഈ രീതിയിൽ സഹായിച്ചിട്ടും ഇത്ര കണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക, അവർക്കൊരു കുടുംബം ഉണ്ടാക്കാൻ കുറച്ച് സ്ഥലം നൽകുക എന്നതൊരു ചെറിയ കാര്യമല്ല. അത്രത്തോളം സഹായങ്ങളൊക്കെ നൽകിയിട്ടും അവർക്ക് തിരിച്ചു നൽകിയത് ഇതാണ് എന്നത് നാട്ടുകാർ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് പോലീസ് കരുതലോടുകൂടി തന്നെയാണ് ഈ സമയത്ത് നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് അവിടേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകണമോ എന്ന കാര്യത്തിലടക്കം ആലോചനകളുണ്ട്. അല്ലെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെയോ ആവശ്യമായ കരുതലോടുകൂടി തന്നെ മാത്രമേ അവിടേക്ക് പോകുന്നുള്ളൂ. എന്തായാലും പോലീസിൻ്റെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കാം അവിടേക്ക് ഇയാളെ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലും വ്യക്തമാണ്. എല്ലാം തന്നെ തുടരുകയാണ്. സ്റ്റാലിനും ഡാനി പോളുമാണ് വിവരങ്ങൾ നൽകിയത്. വാക്കുതർക്കത്തെ തുടർന്നാണ് ഇടുക്കി കട്ടപ്പനയിൽ യുവാവിനെ അയൽവാസി ക്രൂരമായി കൊലപ്പെടുത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. RV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. VB വിനോദിലേക്ക്. വിനോദ്, ഏതെങ്കിലും ഉപാധികളോടെയാണോ കോടതി സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചത്? അപ്പം ഉപാധികളോടെയാണ് സത്യഭാമയ്ക്ക് ഇപ്പോൾ SCST കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, പോലീസ് ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തണം, അതോടൊപ്പം തന്നെ സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത്. ഈ 3 ഉപാധികളോടെയാണ് സത്യഭാമയ്ക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. നേരത്തെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകിയിരുന്നെങ്കിലും ഹൈക്കോടതി ആ അപേക്ഷ തള്ളുകയും SCST കോടതിയിൽ സമീപിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെടുമങ്ങാട് കോടതിയെ സത്യഭാമ സമീപിച്ചതെന്ന് സത്യഭാമയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂറാണ് ഹാജരായത്. പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ ഇതായിരുന്നു. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് FIRന്റെ ഭാഗമായി ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ജാമ്യം നൽകുന്നതിന് തടസ്സമില്ല. വിദേശത്തേക്ക് പോകില്ല, സാക്ഷികളെ സ്വാധീനിക്കില്ല. 65 വയസ്സുള്ള സ്ത്രീയാണ്. ആരെങ്കിലും പേരെടുത്ത് പറഞ്ഞുള്ള ഒരു അധിക്ഷേപമായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെയുമാണ് പ്രധാനമായും ആളൂർ വാദിച്ചത്. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഈ ഉണ്ടായ വാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടനയെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് എന്ന നിലയ്ക്കായിരുന്നു. രാമകൃഷ്ണന് വലിയ വേദന ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്ത ഉപകരണങ്ങൾ കണ്ടെടുക്കേണ്ടതുണ്ടെന്ന വാദവും പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. എന്നാൽ ഈ കേസിലെ 2ഉം 3ഉം പ്രതികൾ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്ത ആളുകളാണ്, ആ അഭിമുഖം നടത്തിയ ആളുകളാണ്. അവർക്ക് ഇതേ കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു. അവരാണ് ഇന്റർവ്യൂ നടത്തിയത്. ഉപകരണങ്ങൾ കണ്ടെടുക്കേണ്ടത് അവരിൽ നിന്നാണ്. അക്കാര്യത്തിൽ സത്യഭാമയ്ക്ക് ഒരു പങ്കുമില്ല എന്ന നിലപാട് കൂടി പ്രതിഭാഗം ഉന്നയിച്ചു. ഏതായിരുന്നാലും ഈ വാദമുഖങ്ങൾ കേട്ട ശേഷമാണ് ഇപ്പോൾ ഉപാധികളോടെ സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാകുമോ? അവരെ ചോദ്യം ചെയ്യുന്നത്, അത്തരം നടപടികളൊക്കെ ഇനി വൈകാനുള്ള സാധ്യതയായിരിക്കും. പ്രത്യേകിച്ചും ഈ കോടതിയിൽ നിന്നും സത്യഭാമയ്ക്ക് അനുകൂലമായ ഒരു വിധി വന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തെ ഇനി എങ്ങനെയാണ് കാണേണ്ടത്? ഈ കേസിന് ഇനി എങ്ങനെയാണ് കാണേണ്ടത് വിനോദ്? ടോം, ഇത് നമുക്ക് സത്യഭാമയ്ക്ക് അനുകൂലമായ ഒരു വിധി എന്ന് പറയാൻ കഴിയില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ, അതായത് കസ്റ്റഡിയിൽ വെച്ചുള്ള ചോദ്യം ചെയ്യൽ, അതിന്റെ ആവശ്യകത ഇല്ല എന്ന പ്രതിഭാഗത്തിന്റെ നിലപാട് ആ ഒരു അംഗീകരിച്ചു എന്നത് മാത്രമാണ്. അതേസമയം ഇപ്പോൾ തുടരുന്ന അന്വേഷണമുണ്ട്, അതിൽ മറ്റു തടസ്സമില്ല. ഈ ഉപാധികളിൽ ഒന്ന് തന്നെ ഏറ്റവും കൃത്യമായി പറയുന്നത് അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തണം എന്നതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ അന്വേഷണത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകരുത് എന്ന കാര്യം കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു. സാക്ഷികളെ സ്വാധീനിക്കരുതെന്ന കാര്യം, സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് എന്ന നിർദ്ദേശം, ഈ 3 ഉപാധികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
കന്റോൺമെന്റ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കന്റോൺമെന്റ് പോലീസിന് ഇനി സത്യഭാമയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനോ തടസ്സമില്ല. അതിനുശേഷം കുറ്റപത്രം സമർപ്പിച്ച് പിന്നീട് ഇത് വിചാരണ ഘട്ടത്തിലേക്ക് പോകും. അവിടെ കോടതി കുറ്റവിമുക്തമാക്കിയാൽ മാത്രമേ സത്യഭാമയ്ക്ക് അനുകൂലമായി ഈ കേസിൽ ഒരു വിധി ഉണ്ടായി, തീർപ്പുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ്. ചോദ്യം ചെയ്യൽ പോലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിന് കുറ്റപത്രം തയ്യാറായി ആ കുറ്റപത്രം കോടതിയിലെത്തി പിന്നീട് വിചാരണ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ മാത്രമേ പ്രതിക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ ഈ കേസിൽ വിധി വന്നു, അന്തിമ വിധി വന്നു എന്ന ഒരു നിരീക്ഷണത്തിലേക്കും നിഗമനത്തിലേക്കും വിലയിരുത്തലിലേക്കും ഒക്കെ നമുക്ക് പോകാൻ കഴിയൂ. വിനോദ്, ഇപ്പോഴും അവർ കോടതിയിൽ ഈ പ്രതിഭാഗം പറഞ്ഞത് ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചിട്ടില്ല തുടങ്ങിയ ന്യായങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് തെറ്റായി പോയി എന്ന് സത്യഭാമ ഇപ്പോഴെങ്കിലും തുറന്നു പറയുന്നുണ്ടോ? നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഈ വിവാദമുണ്ടാകിയ സമയത്ത്, ഈ വിവാദ ഇന്റർവ്യൂ ഇത് വലിയ ചർച്ചയാകുന്ന സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകർ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയും അവരുടെ നിലപാടിനെ കുറിച്ച് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു. എന്നാൽ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ ചെയ്തത്. മാത്രവുമല്ല മാധ്യമപ്രവർത്തകരെ വിമർശിക്കുകയും ചെയ്തു. അതിനുശേഷം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തിയോ അല്ലെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന വാദങ്ങൾ പറഞ്ഞുകൊണ്ടോ ഒരു പരാമർശം സത്യഭാമയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഇന്ന് രാവിലെയും കോടതിയിലെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ അവരോട് ഈ നിലപാടിന്റെ കാര്യം ചോദിച്ചു. പക്ഷെ ഒന്നും പറയാനില്ല എന്നായിരുന്നു മറുപടി. അതിനുശേഷമാണ് വിശദമായ വാദം കോടതി മുറിക്കുള്ളിൽ നടന്നത്. ആളൂരാണ് സത്യഭാമയുടെ അഭിഭാഷകൻ. അദ്ദേഹമാണ് ഈ വാദമുഖങ്ങൾ നിരത്തിയത്. സത്യഭാമ ഏതെങ്കിലും തരത്തിൽ തന്റെ കക്ഷി ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വ്യക്തിയെ എടുത്തു പറഞ്ഞുള്ള ആക്ഷേപം നടത്തിയിട്ടില്ല എന്ന ഒരു കാര്യമാണ് ആളൂർ പ്രധാനമായും പറഞ്ഞത്. മാത്രവുമല്ല കസ്റ്റഡി അപേക്ഷ എന്നതിനെ അദ്ദേഹം ഖണ്ഡിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് സാക്ഷികളെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുകയോ അങ്ങനെ ഒരു സാഹചര്യവുമില്ല. 65 വയസ്സുള്ള ഒരാളാണ്, തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ്. അന്വേഷണ സംഘത്തിന് ഏതു സമയവും ചോദ്യം ചെയ്യാം. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഞാൻ എന്റെ തൊഴിലിന്റെ ഭാഗമായി ഇപ്പൊ സത്യഭാമ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണം. പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇനിയിപ്പോ കോടതി തീരുമാനിച്ചിട്ട് അങ്ങോട്ട് ഫയൽ നടക്കുകയാണ്. കോടതി നെടുമങ്ങാട് SC/ST കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച ശേഷം സത്യഭാമ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് കോടതി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന മറുപടി മാത്രമാണ് സത്യഭാമ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.